ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ ഒരു ബേക്കിംഗ് വർക്ക്ഷോപ്പാണ്. ഞാൻ നവംബർ 14 ഒരു വീഡിയോ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻസ് ഡേയുടെ സെലിബ്രേഷൻ ഭാഗമായിട്ടാണ്. അങ്ങനെ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് എന്തെങ്കിലും പ്രോഗ്രാമാണോ, മോളെ സ്കൂളിലെ പരിപാടിയാണോ, മോൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ മോളെ സ്കൂളിലാണ്. അവിടുത്തെ 3rd, 4th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ യൂട്യൂബർ ആയിട്ടാണ് എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് വലിയ പ്രൗഡുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടിയാണ്. എന്തായാലും അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. റെഡിയാണോ? എല്ലാ തിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ മിക്സിംഗ് ബൗൾ എടുത്ത് വെക്കുക. ഇതുപോലെ ഒരു പാത്രം. എല്ലാരും കാണിക്കും, വീഡിയോയിൽ കാണിക്കും, നോക്കട്ടെ. ഓക്കെ, നല്ല ക്ലീനും ഡ്രൈയും ആയിട്ട് ഇരിക്കണേ. ഒരു തൊട്ട് വെള്ളവും പാടില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ ടവൽ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി അതിലേക്ക് ഫസ്റ്റ് എഗ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എത്ര എഗ് എടുത്ത് വെച്ചിട്ടുണ്ട്? എല്ലാവർക്കും മുട്ട പൊട്ടിക്കാൻ അറിയാമോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് 2 മിനിറ്റ് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. അതിന്റെ തോടിടരുത്. ഇത് റൂം ടെമ്പറേച്ചർ ആണല്ലോ, ഉറപ്പാണല്ലോ. അൽഫിത്ര കുട്ടികളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. അവർ ഭയങ്കര എക്സൈറ്റഡും കൂടിയാണ്. ഈ ഒരു ബേക്കിംഗ് ക്ലാസ് ഞാൻ വിചാരിച്ച് കുട്ടികളൊന്നും കറക്റ്റായിട്ട് ഇതാക്കൂല, കുട്ടികളല്ലേ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല, കുട്ടികൾ വെൽ പ്രിപ്പയർഡ് ആണ്. ഞാൻ നേരത്തെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും അതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചറിൻ്റെ കയ്യിൽ. അതൊക്കെ ഷെയർ ചെയ്തപ്പോൾ തന്നെ കുട്ടികളൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു തമാശ ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഡയറ്റാണല്ലോ, അപ്പോൾ ഷുഗർ ബോട്ടിലാണെങ്കിൽ എൻ്റെ കയ്യിൽ എടുക്കുന്നത് വളരെ കുറവാണ്. രാവിലെ ഇക്കൊക്കെ ചായക്ക് മാത്രമാണ് ഞാൻ ഷുഗർ ഉപയോഗിക്കുന്നത്. വേറെ ഒരു കാര്യത്തിനും അങ്ങനെ മധുരമൊന്നും റെഡിയാക്കാൻ നിൽക്കാറില്ല. അങ്ങനെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ച്, പക്ഷേ ഷുഗർ എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു തമാശയായിപ്പോയി. പിന്നെ ഹാജറായും കൂടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടീച്ചർ. ഹാജർ അപ്പോഴാണ് ഓർക്കത്തിൽ നിന്ന് വലിച്ച് പൂച്ചെടുത്ത് അവളെ കുളിപ്പിക്കുകയും കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവളിങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തായാലും അവൾ ഒരു പൊതുവേ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇക്ക ഉള്ളത് കൊണ്ട് ആ ഷുഗർ അഡ്ജസ്റ്റ് ചെയ്ത് ഇക്കയുടെ അടുത്ത് പറഞ്ഞ് എടുപ്പിക്കുകയായിരുന്നു. ആദ്യം മാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഒരു കാര്യം ഇൻസ്ട്രക്ഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ പാടുള്ളൂ ഏതൊക്കെ പാടില്ല എന്നുള്ളത്. ഒരു ഹെൽത്തി കേക്കാണ് അവർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പിള്ളേർക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരിതാണ്. ഓരോ ടാസ്ക്കായിട്ടുള്ള ഒരു കേക്കും അങ്ങനെ ഒന്നും വേണ്ട, വിപ്പിംഗ് ക്രീം വേണ്ട, പിന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗ്ലാസ് കളറാണ്. നമ്മൾ ടീ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെഷർമെന്റ് കപ്പുള്ളവർ 1/2 കപ്പിൽ എടുക്കാം. ഹാഫ് കപ്പാണ്.
ഏത് കപ്പാണ് നോക്കട്ടെ, ആരാണ് പേര് പറയോ? പിന്നെ ഞാൻ ചിന്തിച്ച് എല്ലാ കുട്ടികളുടെ വീട്ടിലും മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും കാണൂലല്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരു കേക്ക് നമ്മൾ റെഡിയാക്കാം. ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അങ്ങനെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബിസ്ക്കറ്റൊക്കെ ചേർത്തിട്ട് മൈദമാവൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. മെഷർമെൻറ്റ് കപ്പോ ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും ഇല്ലാതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ. അതിലിരുന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കേക്ക്. ഹാഫ് കപ്പിൽ എഴുതിയിരിക്കുന്ന കപ്പാണോ? അത് ഫുള്ളായിട്ട് എടുക്കണം. നോക്കട്ടെ. ഓക്കെ, മെഷർമെന്റ് കപ്പില് ഹാഫ് കപ്പ് 1 കപ്പ് എന്നൊക്കെ അതിൽ തന്നെ എഴുതിയിരിക്കും. അത് നോക്കിയാൽ മതി. ഹാഫ് കപ്പ് ആണെങ്കിൽ അത് ഫുള്ളായിട്ടുള്ളത് ഇടണം. അല്ലാതെ ഇതുപോലെ ടീ ഗ്ലാസ് എടുക്കുന്നവര് അതിന്റെ ഹാഫ് എടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ആ എഗ്ഗിലോട്ട് ഇതിൽ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഫുള്ളായിട്ട് അങ്ങനെ തട്ടി കൊടുക്കരുത്. കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓ ഇടട്ടെന്നല്ലേ ചോദിച്ചത്? ഓക്കെ, കുറച്ചായിട്ട് അത്രയും ഫുള്ളായിട്ട് ഇതായിട്ട് മിക്സ് ആയി കിട്ടൂല. വേണ്ട, പൗഡർ ആക്കണ്ട, ഗ്രാനുലസ് ആയിട്ടാണ് എടുക്കുന്നത്. ഫുള്ളായിട്ടുള്ള പഞ്ചസാര പൗഡർ ആക്കിയ ആരെങ്കിലും പൗഡർ ആക്കിയിട്ടുണ്ടോ? പൗഡർ ആക്കിയവരാണെങ്കിൽ 1 കപ്പ് 3/4 കപ്പ് ഇടണേ. 3/4 കപ്പ് ഇടണം. പൗഡർ ആക്കിയവരാണോ? ആരൊക്കെ പൗഡർ ആക്കി? ഹാഫ് കപ്പിന്റെ കൂടെ 1/4 കപ്പ് ആഡ് ചെയ്താലും മതി. പൊടിച്ചവർക്ക് മാത്രമാണ്. പൊടിക്കാതെയാണ് എടുക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണേ. ഒന്ന് കലങ്ങി കിട്ടിയാൽ മതിയേ, അതിൽ മിക്സ് ആയി കിട്ടിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയി കിട്ടിയാ. ഓക്കെ, ഇനി പാലാണ് എടുക്കാൻ പോകുന്നത്. ഈ ഹാഫ് കപ്പ് ഇപ്പൊ എടുത്തില്ലേ, ആ സെയിം കപ്പിലാണ് ഹാഫ് കപ്പ് മിൽക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ടുള്ളവര് ആ ഹാഫ് ഗ്ലാസ് എടുക്കണേ. കാണുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഒരുമിച്ച് അങ്ങനത്തെ ഒഴിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് പഞ്ചസാര ആഡ് ചെയ്യണം മുട്ടയിലോട്ട്. ആരായിരുന്നത്? അത് കഴിഞ്ഞിട്ടാണ്. ഹാഫ് കപ്പ് നിങ്ങൾ പഞ്ചസാര എടുത്ത സെയിം മെഷർമെന്റ് കപ്പിൽ തന്നെ അത് എടുക്കണം. ഒരേ അളവിലാണ് എടുക്കേണ്ടത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണേ.
മിക്സ് ചെയ്തവരൊക്കെ ഇതങ്ങ് മാറ്റി വെക്കണം. അതിനിടയിൽ നമുക്ക് കേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇല്ല ഷേപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ 5 ഇഞ്ചിൻ്റെതാണ് നമ്മൾ 5-6 ഇഞ്ചിൻ്റെ പാൻ ആയിരിക്കണം. നമ്മുടെ കയ്യിലൊന്നും കാണുമ്പോൾ നോക്കട്ടെ. ഓക്കെ ഓക്കെ, വലുതാണോ? ഒരുപാട് വലുതാണോ? ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ. ഞാൻ 5 ഇഞ്ചിലാണ് റെഡിയാക്കാൻ പോണത്. 5 ഇഞ്ച് റെഡിയാക്കുന്നതാണ് നല്ല ഹൈറ്റിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു കിറ്റില്. നമ്മൾ 6 ഇഞ്ചിൽ 7 ഇഞ്ചിലൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാനിൽ റെഡിയാക്കാൻ പറ്റും. കുറച്ചുകൂടെ ബാഡ് എടുക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, 6 ഇഞ്ച് ഓക്കെയാണ്. എല്ലാവരും മിക്സ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, തന്നെ തന്നെ. അത് 3 മിക്സ് ചെയ്തവർ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കേക്കിംഗ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് വെക്കാനുണ്ട്. ഈ ടിന്നില് ഓയിൽ ബ്രഷ് ചെയ്യണം, ബട്ടർ പേപ്പർ ഇടണം. ബട്ടർ പേപ്പർ എല്ലാവരും എടുത്തിട്ടുണ്ടോ? ഓക്കെ, കട്ട് ചെയ്ത് വെച്ചതിൽ കുഴപ്പമൊന്നുമില്ല. ചെയ്യാത്തവർക്കാണ് ഇത് പറയണത്. കട്ട് ചെയ്ത് വെച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. 50 ഗ്രാം ബട്ടർ എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അത് 1/4 കപ്പ് വരും. 50 ഗ്രാം വന്നിട്ട് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ 1/4 കപ്പ് 1/4. ഓയിൽ മതി. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മതി. കേട്ടില്ല, ആരാണ്? തന്നെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ അതിൽ തേക്കണം. ബട്ടർ ഒരിക്കലും തണുപ്പായിരിക്കാൻ പാടില്ല. ഓക്കെ, മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണേ. പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്താ? ഓക്കെ, അപ്പൊ മാമാണ് ലേറ്റ് ആയതല്ലേ? നേരത്തെ ചെയ്ത് വെച്ചല്ലേ? ആ ബട്ടർ പേപ്പറിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ ഓക്കെ, ഞാനത് കാണിച്ചു തരാം.
അതൊന്ന് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കണേ, സിമ്മിലാണ് ആക്കേണ്ടത്. ഒരു മിനിറ്റ്. ഇതുപോലെ ഉള്ളിലൊരു സ്റ്റാൻഡും കൂടി വെച്ചിട്ട് വേണം. കണ്ടോ, ഏത് പാത്രമാണോ അതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്ത് പ്രീ ഹീറ്റ് ചെയ്യണേ. ഓക്കെ, എല്ലാരും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചോ? ഓക്കെ ഓക്കെ. ഓവനാണെങ്കിൽ നിങ്ങൾ ഓവൻ ഏതാണ്, ഏത് ടൈപ്പ് ഓവനാണ്? OTG ആണെങ്കിൽ 200 ഓവന്റെ സൈസ് അനുസരിച്ചിരിക്കുന്നത് 180 to 200 ഇടയിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്താൽ പാന് കുറച്ച് ഉള്ളിലുള്ള പാനായിരുന്നാൽ കൊള്ളാം. ഈ ടീനുള്ളിൽ നിൽക്കണം. ആ പാനൊക്കെ കാണിച്ചു തരുമോ, ഏത് പാനാണ് നിൽക്കാൻ കൊടുക്കുന്നത്? ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഇഡലി പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും വെക്കാൻ വെള്ളം വെക്കാതെ അങ്ങനെ. ഓവനിൽ നിങ്ങൾ ഫംഗ്ഷൻ എങ്ങനെയാണ്, എത്ര ലിറ്ററിന്റെ ഓവനാണത്? $180 to 200 ഡിഗ്രിയുടെ ഇടയിൽ 5 മിനിറ്റ് വെച്ചാൽ മതി. ആ 180 നിങ്ങൾ ഓവന്റെ ഫംഗ്ഷൻ എങ്ങനെയാണോ അതുപോലെയാണ്. എന്റെ ഓവനിൽ 210 വെച്ചാലേ എന്റെ ഓവന്റെ വർക്ക് ആവുള്ളൂ. ഓക്കെ ഓക്കെ. 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ആ 10 മിനിറ്റ്സ് വെച്ചാലും മതിയാവും. നിങ്ങളുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് അതുപോലെ. ഓക്കെ, ഈ ടിന്ന് മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് എഗ്ഗിന്റെ ബാറ്റ് അടുത്ത് വയ്ക്കുകയാണ്. അത് ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. എഗ് ബാറ്റ് ഇനി എടുത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, എഗ്ഗും പാലും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ബാറ്റർ നമ്മൾ വീണ്ടും എടുത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വീണ്ടും കേക്ക് ബാറ്ററിലോട്ട് റെഡിയാക്കാൻ പോവുകയാണ്. കേക്ക് ബാറ്റർ. ഓക്കെ, എല്ലാവരും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചോ? കേക്കിന്റെ പ്രിപ്പയർ ആക്കിയോ? റെഡി ആയോ? ഓക്കെ. ഇതിപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ എടുത്ത് മെഷർമെന്റ് കപ്പാണെങ്കിൽ 1 കപ്പിന്റെ കപ്പ് എടുക്കണം. അല്ലാത്തവർ ഇതുപോലെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ ആട്ട നമ്മുടെ വീറ്റ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് കൊണ്ട് കോരി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ.
കേട്ടില്ല കേട്ടില്ല, എല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ എനിക്കൊന്നും കേട്ടില്ല. അതില് 1 കപ്പ് മെഷർമെന്റ് കപ്പ് ഉണ്ടാവില്ലേ, 240 അല്ലെങ്കിൽ 250 ml ഒരു കപ്പ് കാണും. ആ ഒരു കപ്പ് ഫുള്ളും എടുക്കണം. അതിങ്ങനെ സ്പൂണിട്ട് കോരി വേണം എടുക്കാൻ. അരിക്കാനാണ് ആദ്യം കപ്പിൽ എടുക്കണേ. എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം അരിച്ചാൽ മതി. കേട്ടില്ല. എന്തൊക്കെ ചേർത്തിട്ടാണ് അരിച്ചത്? ഓക്കെ. ആദ്യം കപ്പിൽ ഇപ്പൊ അരിക്കണ്ട കേട്ടാ, ഇപ്പോൾ അരിക്കണ്ട. ഇപ്പൊ കപ്പിൽ എടുത്താൽ മാത്രം മതി. ഇതുപോലെ സ്പൂണിട്ട് കോരി വേണം എടുക്കാൻ. ഇങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോരി എടുക്കരുത്. ഏത് കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കട്ടെ. ആരാണത് ചോദിച്ചത്? ഏത് കപ്പാണ്? സ്റ്റീൽ കപ്പാണ്. ഓക്കെ, 1 കപ്പ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 1 കപ്പ് മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ബൗൾ അതിനെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യം 1 കപ്പാണ്. നമ്മൾ പഞ്ചസാര 1/2 കപ്പല്ലേ എടുത്തത്, അതിന്റെ +1 കൂടെയാണ്. അപ്പോൾ 1 കപ്പാണ്. ഹാഫ് + ഹാഫ്, അതാണ്. മനസ്സിലായോ? ഓക്കെ. 1 കപ്പിൽ എടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. അതെന്ത് ഏത് കപ്പാണ്? ചായ കുടിക്കുന്ന കപ്പല്ലേ? ഓക്കെ ഓക്കെ, അത് മതിയോ? എടുത്തോ? എല്ലാവരും റെഡിയാണോ? ഫ്ലോർ എടുത്തിട്ട് ഇനി അത് അരിപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അരിപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണേ. 1 പിഞ്ച് ഇങ്ങനെ കയ്യിൽ 1 പിഞ്ച് ഉപ്പ് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തല്ലായാലും ഒരുപാട് പേര് ആഡ് ചെയ്ത് 1 പിഞ്ചാണ്. കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കണേ. ആഡ് ചെയ്തല്ലായാലും ഇനി ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബേക്കിംഗ് പൗഡർ ഉണ്ട് എടുത്ത എല്ലാവരും? ആ ബേക്കിംഗ് പൗഡർ ഇതുപോലെ 1 സ്പൂൺ. നിങ്ങളുടെ കയ്യിൽ സാധാ സ്പൂണാണോ അല്ല മെഷർമെന്റിന്റെ സ്പൂണാണോ? മെഷർമെന്റ് സ്പൂൺ. ഓക്കെ 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 ഓക്കെ. മെഷർമെന്റ് സ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ, സോറി ഹാഫ് ടീസ്പൂൺ എന്ന് കിടക്കും. ആ 1 സ്പൂണാണ് എടുക്കേണ്ടത്. ഹാഫ് ടീസ്പൂൺ ആണ്. ഇതുപോലത്തെ ഇതുപോലത്തെ സ്പൂൺ ആണെങ്കിൽ നമ്മള് വലിയ കേട്ടില്ല. എന്താ ചോദിച്ചത്? സാധാ സ്പൂണാണെങ്കിൽ അതിന് നമ്മൾ സാധാരണ ചെറിയൊരു സ്പൂൺ ഉണ്ടല്ലോ, ടീസ്പൂണ്.
ഒരുപാട് വലുതല്ല, നമ്മൾ ഈ പഞ്ചസാരക്ക് ഇങ്ങനെ കലക്കാനൊക്കെ ഉപയോഗിക്കില്ലേ, ആ ഒരു സ്പൂണില് ഒരു ഹാഫ് സ്പൂൺ ഇങ്ങനെ എടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഹാഫ് ആണേ, ഫുൾ അടിച്ചിട്ടില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാഫ് എടുക്കുക, ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. ഓക്കെ ഓക്കെ. ഹാഫ് ടീസ്പൂൺ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആഡ് കൊടുത്താൽ മതി. ആഡ് ചെയ്തോ എല്ലാവരും? ഓക്കെ. ഇനി ബേക്കിംഗ് സോഡയാണ്. സാധാരണ വീട്ടിലുണ്ടായിരിക്കുമല്ലോ സോഡ, അപ്പത്തിനൊക്കെ ഇടാൻ വേണ്ടി എടുക്കുന്ന ആ സോഡയാണ്. അതൊരു ഹാഫ് ടീസ്പൂൺ എടുക്കണം. ഹാഫ് ടീസ്പൂൺ ആണ്, നേരത്തെ എടുത്ത അതേ അളവ്. ആഡ് ചെയ്തോ? ഓക്കെ ഓക്കെ. ഇനി ആഡ് ചെയ്തവരൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ചിങ്ങനെ അരിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കട്ട പിടിക്കും. ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെന്ററിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണേ. കട്ട് ആൻഡ് ഫോൾഡ് ആണെന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, ജസ്റ്റ് നടുക്കൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും, കട്ട പിടിക്കാതെ. എല്ലാവർക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കട്ട ഇല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ടോ? മിക്സ് ചെയ്തവർക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ആണ്. ഓക്കെ, വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനാണ് ലേറ്റ് ആയി പോയത്, ഞാൻ ഒഴിച്ചില്ല. 1 ടീസ്പൂൺ ആണ്. സ്പൂൺ അളവില്ലാത്തവർ ബേക്കിംഗ് പൗഡർ എടുത്ത ആ സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. ഇനി നമുക്കൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓ, കേട്ടില്ല.
അതിനുശേഷം എന്താണ് നാം ചെയ്യേണ്ടത്? ഏതാണ് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. മൈദ മാവിന്റെ ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇതിൽ അരിച്ചിട്ട് കൊടുക്കുകയായിരുന്നു. നമ്മൾ എഗ്ഗിന്റെ ബാറ്റർ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ, എഗ്ഗും പഞ്ചസാരയും പാലും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതില് അത് കഴിഞ്ഞിട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ആണ്. നിങ്ങൾ മെഷർമെന്റ് സ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ, അല്ലാതെ സാധാരണ സ്പൂണിലാണെങ്കിൽ 1 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ സ്പൂണിന്റെ 1 സ്പൂണാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ബേക്കിംഗ് പൗഡർ ഹാഫ് അല്ലേ എടുത്തത്? അപ്പോ ആ സ്പൂണില് 1 ടീസ്പൂണിന്റെ സ്പൂൺ കാണും. അതില് സാധാ സ്പൂൺ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കണം. ഈ മെഷർമെന്റ് സ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ട് മെഷർമെന്റ് സ്പൂൺ കാണും, അതിൽ ഒഴിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി മിക്സ് ആക്കി എല്ലാം ഓവറായിട്ട് ഇനി മിക്സ് ചെയ്യണ്ടായിട്ടാ. ഇനി ലാസ്റ്റ് നമുക്ക് ഓയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അത് നമ്മൾ മെഷർമെന്റ് കപ്പിന്റെ 1/4 കപ്പ്, 1/4 ഒരു കപ്പ് ഉണ്ട്, ആ കപ്പിന്റെ അളവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 50 ഗ്രാം. ഇനി ഓയിലും ബട്ടറും എടുത്ത് വെച്ചിട്ടുള്ളവര് അത് മാത്രമേ നമുക്ക് ഇനി ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. വേണ്ട വേണ്ട, ഓയിൽ ഉള്ളവര് ഓയില്, ബട്ടർ ആണെങ്കിൽ ബട്ടർ, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത്. അല്ല അല്ല, നിങ്ങൾ മെഷർമെന്റ് കപ്പുള്ളവര്, ഒരു മിനിറ്റ് ഞാൻ പറയണ കേൾക്കണേ. മെഷർമെന്റ് കപ്പുള്ളവര് 1/4 എന്നൊരു കപ്പുണ്ട്, ആ കപ്പിലാണ് ഒഴിക്കേണ്ടത്. ബട്ടർ ആണെങ്കിൽ നിങ്ങൾ 50 ഗ്രാം എടുത്തില്ലേ, അത് മെൽറ്റ് ചെയ്ത് അത്രയും അതിൽ ഒഴിച്ചു കൊടുക്കുക. സാധാ കപ്പിലെടുത്തവര് ഈ നമ്മൾ എടുത്ത കപ്പിന്റെ 1/4 ഭാഗം എടുത്തു കൊടുക്കുക. ക്ലിയർ ആയില്ല? ആരാണ്? ബട്ടർ ആണെങ്കിൽ 50 ഗ്രാം എടുത്ത് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, സാധാരണ കപ്പ് എടുത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുത്ത കപ്പിന്റെ ഫ്ലോർ ഒക്കെ എടുത്തില്ലേ, 1 കപ്പ്, അതിന്റെ 1/4 ഭാഗമാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. 1/4 ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. അര അല്ല, 1/2 അല്ല, 1/4 ആണ്. ഒരുപാട് ഒത്തിരി ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ അടിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, അത് മിക്സ് ആയി പോയി. ഇനി ഓവർ മിക്സിങ് പാടില്ല. ഓയിൽ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആവാൻ കുറച്ച് പാടാണ്, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിയിൽ ജസ്റ്റ് ഇങ്ങനെ കോരി കോരി വിടാം. മിക്സ് ചെയ്ത് കഴിഞ്ഞോ? ആ മിക്സ് ചെയ്തെങ്കിൽ വെയിറ്റ് ചെയ്യണേ, 1 മിനിറ്റ്. ഏത് മിക്സ് ചെയ്തതിന് ശേഷം? ഓയിലാണോ? ഉപ്പ്
മാം എത്ര ഡിഗ്രീസാണ് ഓവൻ പ്രീഹീറ്റ്? 180 to 200 നിങ്ങൾ ഒരാൾ ചോദിക്കുക. ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ചോദിക്കണേ. ആരാണ്? ഒരു മിനിറ്റ്. ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഇത്തിരി ഒരു ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. ഈ വേറെ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നില്ലേ ഈ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തതിന് ശേഷം എന്താണെന്ന്? വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തത്. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത്. മിക്സ് ചെയ്തവരൊക്കെ വെറുതെ ഇരിക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓയിൽ അതിൽ മിക്സായി എന്ന് തോന്നി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണേ. കുറച്ച് വെയിറ്റ് ചെയ്യണം. എല്ലാവരും കൂടി ചെയ്ത് ഒരുമിച്ച് വയ്ക്കാമല്ലോ. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ആരും ഒരു ഡൗട്ട് ചോദിച്ചില്ല. എന്താണ്? എല്ലാരും മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ, ഓയിൽ വരെ മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണേ. എല്ലാരും കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കോ. ചെറിയ ട്വിസ്റ്റ് ആണ്. ഈ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി ടിന്നെടുത്തില്ലേ, അതെടുത്ത് വെക്കുക. അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ടംബ്ലർ എടുക്കുക. ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഓവൻ പ്രൂഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക. ഉണ്ടോ? അതുപോലെ നോക്കട്ടെ ആരാണ്? ഓ പർദി. ഓക്കെ, ക്ലിയർ അല്ലല്ലോ. ആ ടംബ്ലർ മതി. ഓക്കെ, അത് മതി. എല്ലാവരും എടുത്തോ. അത് നനവില്ലാതെ ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. പുറം ഭാഗം നനവില്ലാതെ ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. നനവുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട്. ഏതാണ് കാണാത്തത്? എന്റെ ഫേസ് ഉള്ളതാണോ അല്ല ഇതാണോ? വേറെ എല്ലാവർക്കും കാണുന്നുണ്ടോ? അത് കണ്ടാ മതി. കേക്ക് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതിൽ നോക്കി ചെയ്താൽ മതി. ഓക്കെ, ആ ടംബ്ലർ കാണുന്നുണ്ടോ? ജസ്റ്റ് ഇതുപോലെ സ്റ്റീലിന്റെ ടംബ്ലർ കാണും വീട്ടില്. അത് ആ പാനിന്റെ നടുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഏറ്റവും സെന്ററിലൊന്ന് വെച്ചു കൊടുക്കണേ. നമ്മളിത് ഡോനറ്റ് കേക്കാണ്, സ്വീറ്റ് ഡോനറ്റ് കേക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഹാഫ് പോർഷൻ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. ടിന്നിലാക്കാതെ ഒഴിക്കണേ. ഇല്ലെങ്കിൽ കപ്പ് കയ്യിലെടുത്തിട്ട് ഒഴിച്ചതിന് ശേഷം അതിൽ വയ്ക്കാം. ഹാഫ് ഒഴിച്ചാൽ മതി. ഇത് ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ കപ്പ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ്? ഐഷ നൂറ. എന്തോന്നാണ്? ഏതുവരെ ചെയ്ത്? അത് കഴിഞ്ഞിട്ട്
കേക്ക് ടിൻ എല്ലാം ഓയിലൊക്കെ മിക്സ് ചെയ്താ. ഓക്കെ, ഇനി കേക്ക് ടിന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ കേക്ക് ടിന്നിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലോട്ട് ആവശ്യമുള്ളവർ ഇതിങ്ങനെ വെച്ചാൽ മതി കേട്ടാ. എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ ഭംഗി വരും ഈ ഒരു ഡോനറ്റ് കേക്ക് ആ ഒരു പേര് വരാൻ വേണ്ടിയിട്ടാണ്. ഈ സെന്ററിലായിട്ട് ഈ ഒരു ടംബ്ലർ, ക്ലീൻ ആയിട്ട് ഒരു ടംബ്ലറിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഈ വെള്ളം വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കപ്പ് പൊങ്ങി മുകളിലോട്ട് വരാതിരിക്കാനാണ്. ഈ ബാറ്റർ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുതേ, ടിന്നിൽ വെള്ളം ആവാൻ പാടില്ല. പാരൻസ് എടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ. ഓവൻ വെച്ചാൽ കുഴപ്പമില്ല. ഓവൻ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലറും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഓവനിൽ വയ്ക്കാൻ പറ്റുന്ന ഇത് സാധാരണ സ്റ്റീലാണെങ്കിൽ ഓവനിൽ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വെച്ചോ? റെഡിയാണോ? ആർക്കും ബുദ്ധിമുട്ടുണ്ടോ ഇതിങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ? ടെൻഷനിൽ ഒരുപാട് മറതിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഡോണറ്റ് കേക്കാണല്ലോ, അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് നേരത്തെ കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇക്കയുടെ അടുത്ത് പറഞ്ഞ് ഒന്ന് തിരക്കാൻ പോയതാണ്. പക്ഷേ ക്യാമറയിൽ നോക്കിയാൽ അറിയാം, സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനിൽ മറന്നതാണ്. ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അതില് സൈഡിൽ കൂടെ ഇങ്ങനെ ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി ബാറ്റർ ആ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കരുതേ, സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചവര് ഇത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ പാനിലോ അല്ലെങ്കിൽ ഓവനിലോ അതിലങ്ങ് കൊണ്ട് വെച്ചു കൊടുക്കാം. ഓവനിൽ വെച്ചാ? ഓവനിലാണോ? ഏതിൽ വെച്ച്? ഓക്കെ ഓക്കെ, സിമ്മിൽ വേണം വെച്ചിരിക്കാനേ. ഇനി ഒരു വേണ്ട, ഇതിലിങ്ങനെ ടാപ്പ് ചെയ്യണ്ട. ഈ കപ്പ് വെച്ച് കൊടുത്തവരെ ടാപ്പ് ചെയ്യണ്ട. ഗ്യാസിലാണെങ്കിൽ 35 മിനിറ്റ്സ് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ കുത്തി നോക്കാം. ഇതില് ക്ലീൻ ആയിട്ട് വരാൻ സെയിം ആണ്. കുക്കറിലാണെങ്കിലും പാനിലാണെങ്കിലും എല്ലാം ഇതുപോലെ ഒരെണ്ണം വെച്ചൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ. 35 മിനിറ്റ്സ് ആണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. 25 മിനിറ്റ്സ് മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വേണ്ട എന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ഗനാഷോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, ചെറിയൊരു ഡയറി മിൽക്കൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ വാങ്ങിക്കാനും ചെയ്യാനൊക്കെ പറ്റുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ ഗനാഷൊക്കെ തയ്യാറാക്കാൻ വന്നു. പക്ഷേ കുട്ടികൾ അഡ്വാൻസ്ഡ് ആണ്. കുട്ടികൾ നേരത്തെ ഈ ഡാർക്ക് കോമ്പൗണ്ടും ചോക്ലേറ്റ്, മോയ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർ വിപ്പിംഗ് ക്രീം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം ഞാൻ ലിസ്റ്റിൽ കൊടുത്തതൊന്നുമല്ല. അവർക്ക് വിപ്പിംഗ് ക്രീം ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലൈവ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സൂമിൽ ആകെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്തോ ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ ഇതൊന്നും എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
എന്തായാലും ഒരുപാട് ഹാപ്പിയായി. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇടാം. കുട്ടികളെല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു കേക്കൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ഡോണറ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും 1-2 പേരൊക്കെ മാറ്റി സാധാരണ കേക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് കാര്യം ഡോണറ്റ് കേക്ക് എന്നൊന്നുമല്ല, ഒരു കേക്ക് സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് കോൺസെപ്റ്റ്. അപ്പോൾ അതിന് നല്ല ഭംഗിയായിട്ട് പിള്ളേർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും ഫ്ലോപ്പായിട്ടൊന്നുമില്ല, എല്ലാവരും കറക്റ്റായിട്ടാണ് വന്നെന്നാണ് അഭിപ്രായം. കുട്ടികളും വളരെ ഹാപ്പിയാണ്. എനിക്ക് അതിനുപരി ഒരുപാട് ഹാപ്പിയാണ്. ഇതെല്ലാം പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് മാത്രം വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റോൺ എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ കാര്യം പറയണത്. ആ സമയത്ത് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ, ഇങ്ങനെ ഞാൻ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് എനിക്കിതുപോലെ ഒരു ചാൻസ് തന്നെ കിട്ടിയത്. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയത്. എന്തായാലും നിങ്ങൾക്ക് ഫുൾ വീഡിയോയും നിങ്ങളടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളടുത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ ഫോൺ ചെയ്യായിരുന്നു. ഉമ്മ എങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതെപ്പോൾ യൂട്യൂബിൽ വരും എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉമ്മ നമ്മൾ അവിടെ ഇരുന്ന് യൂട്യൂബിലാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാണ് ഇത് കാണാൻ പറ്റുന്നത്? ഇടയ്ക്കായിട്ട് 2-3 ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച് ഉമ്മ തളർന്നതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് നേരത്തെ നിങ്ങളടുത്ത് എത്തിക്കാത്തത്. ഇവിടെ വീട്ടിൽ ഫംഗ്ഷനും കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മോൾക്ക് പനിയും കാര്യങ്ങളും, അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇത് 1-1.5 മണിക്കൂറിൻ്റെ ഒരു പരിപാടിയാണ്. അത് മാക്സിമം എഡിറ്റ് ചെയ്താണ് നിങ്ങളടുത്ത് ഞാൻ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 48 മിനിറ്റ്സ് ആയി. എത്ര പേർക്ക് ബോറടിച്ച് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുട്ടികളെ കാര്യങ്ങളല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരുപാടൊന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, വേണ്ടാതെ ചെറിയ പോർഷൻസ് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. കുട്ടികൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ ഡോണറ്റ് കേക്കിൽ മുകളിലോട്ട് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. Okay, thank you. Waalaikumsalam. Okay, ma'am. Wind up yellow. Okay, ma'am. Thank you. ഇതൊക്കെയാണ് ഈ വിശേഷം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു ബ്ലോഗോ അല്ലെങ്കിൽ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.